എന്നടാ ഒട്ടും അറിയില്ലേ? അപ്പൊ വരും വെൽക്കം ബാക്ക് ടു എന്നെ ബൈ ബച്ചു. ആദ്യം തന്നെ ലൈൻ ഇടാനാണ് പഠിക്കേണ്ടത്. ലൈൻ വരക്കുമ്പോൾ സ്കിന്നിൽ ടച്ച് ചെയ്യാതെ ബ്രാഗ് ചെയ്തിട്ട് വേണം വരക്കാന്. അടുത്തത് വരുന്നത് തിക്ക് ലൈന്. അതിന് ആദ്യം വരച്ചു പോലത്തെ 2 ലൈന് വരച്ചു കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല നീറ്റ് ആയിട്ടുള്ള തിക്ക് ലൈന് കിട്ടും. പിന്നത്തതാണ് ഹംസ്. അതിന് നമ്മള് ആദ്യം വരച്ച പോലത്തെ ലൈന് വരച്ചു കൊടുത്തിട്ട് താഴത്തെ ഒരു കട്ടില്ലാത്തൊരു ലൈന് വരച്ചു കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ റാ വരച്ച് പഠിക്കുക. അത് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, അടിയിൽ ഒരു ലൈന് വരച്ചു കൊടുക്കണത്. അത് വല്ലാണ്ട് കട്ടി കൂടാതെ ലൈന് വരച്ചു കൊടുക്കുക. ഇതാണ് ഹംസ്. എല്ലാ ഡിസൈനിലും യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് വൈൻസ് ആണ് വരക്കാനുള്ളത്. അതിന് ആദ്യം 2 ലൈന് കൊടുക്കുക. എന്നിട്ടൊരു കുത്തിട്ടിട്ട് താഴത്തേക്കും മേലക്കും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ലീഫ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ, താഴത്തുനിന്ന് ചെറുതായിട്ട് പ്രഷർ കൊടുത്തിട്ട് നടുക്കത്തുമ്പോൾ കുറച്ച് പ്രഷർ കൂട്ടിയിട്ട് പിന്നെ തലപ്പത്തേക്ക് പ്രഷർ കുറക്കുക. അങ്ങനെ ലീഫ് വരക്കുക. അത് നമ്മൾ പരമാവധി ഇട്ടിട്ട് തന്നെ പഠിക്കണം. അതിൽ തന്നെ വേറൊരു ടൈപ്പ് വൈൻസ് ആണിത്. അതിന് നമ്മൾ മേലെന്ന് കുത്തിട്ടിട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യാൻ ചെയ്യുന്നത്. അടുത്തത് ഡോട്ട്സ് ആണ് പഠിക്കുന്നത്. അതിനാദ്യം ലൈന് വരച്ചെടുത്തിട്ട് നമ്മൾ ഇടവിട്ടിട്ട് കുത്തിങ്ങനെ ഇട്ട് കൊടുക്കുക. വേറൊരു ടൈപ്പിലൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. വേറൊരു ടൈപ്പാണ്. ആദ്യം ഒരു കുത്ത് വലുതിട്ട് കൊടുക്കുക, പിന്നെ ചെറുത്, പിന്നെ വലുതും പിന്നെ ചെറുത്. അങ്ങനെ ആ രീതിയിൽ നമുക്കിത് ചെയ്യാം. അടുത്തത് ഒരു സർക്കിൾ ചെയിൻ വരക്കാനാണ്. അത് നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചെടുത്തിട്ട് അതിലിങ്ങനെ സർക്കിൾ വരച്ചെടുക്കുക. ഒന്നിടവിട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും ചെയ്യുക. അപ്പം നമ്മൾ എന്നാ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനിയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.